ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചുക്കുവെള്ളം വെച്ചിട്ടുണ്ട്. അടുത്ത പണി ഉപ്പേരിക്കുള്ളത് സെറ്റാക്കലാണ്. അപ്പോൾ അത് മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ പയറുണ്ടല്ലോ, വെള്ളപ്പയറും പിന്നെ നമ്മുടെ കറുവത്തും കായ ഉണ്ടല്ലോ, അത് രണ്ടും കൂടി ഉപ്പേരി വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഒരു കറുവത്തും കായ അറുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളപ്പയർ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൊണ്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തൊലിയൊക്കെ ചെത്തിയിട്ട് വേഗം കഴുകുക കേട്ടോ. അതിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, പശ പോലെ, അതായിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ചൊറിയുന്നുണ്ട്. അപ്പം ഞാനത് വേഗം കഴുകി നുറുക്കി പിന്നെ അതാ പയറും പിന്നെ നമ്മുടെ കറുവത്തും കായും കൂടി ഉപ്പേരി കുക്കറിൽ വെക്കുകയാണ് കേട്ടോ, ഉപ്പേരിക്ക് വേണ്ടിയിട്ട്. അത് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ വറുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 2 വിസിലടിക്കുമ്പോഴേക്കും അത് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാനൊരു കറുവത്തും കായുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയാൽ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അത് വേകുമ്പോഴേക്ക് വേഗത ഉള്ളിയും കൂടി നന്നാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ ഉള്ളിയാണ് കേട്ടോ വറുത്തിടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് നന്നാക്കി വെച്ചു. പിന്നെ അതിന് വേണ്ട പച്ചമുളകൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം വെള്ളം ചൂടാക്കിയിട്ട് ഞാൻ നൂൽപുട്ടിനുള്ള മാവും കൂടി കുഴയ്ക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ട് വേണം പിന്നെ ഉപ്പേരി ഒഴിച്ചിട്ട് അതിൽ ആ കുക്കറിൽ തന്നെ കടലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ നൂൽപുട്ടിൻ്റെ മാവ് കുഴച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ഉപ്പേരി അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങി വെച്ചിട്ട് പിന്നെ കടലക്കറിക്കുള്ള അത് നോക്കുകയാണ്. ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ കടലയിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ അത് എണ്ണയും തേങ്ങയും കൂടി ഒന്ന് അരച്ച് പറഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി. പിന്നെ ഇതാ കുരുമുളകാണ് കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. എനിക്ക് എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കുരുമുളക് ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഇതുണ്ടാവില്ല. ഞാൻ അധികം എല്ലാ കറികളിലും കുരുമുളക് ഇട്ടോ, മസാല കറികളിൽ. അപ്പോൾ കുരുമുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തേങ്ങയും കൂടി ഒന്ന് ചിരകി വെച്ചു കേട്ടോ. പിന്നെ ആ കാണുന്നത് എൻ്റെ പൊടിപ്പാത്രമായിരുന്നു, എല്ലാ പൊടികളും ഉണ്ടാവും അതിൽ. അപ്പോൾ ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നത്തെ പണി നൂൽപുട്ട് ഉണ്ടാക്കലാണ്. അപ്പോഴേക്കും മാവ് കുറച്ച് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയും ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളതും നൂൽപുട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. കഴിക്കാനും ഇഷ്ടമാണ് നൂൽപുട്ട്, തേങ്ങ ഇട്ടിട്ട് കഴിക്കാം. പിന്നെ ഞാൻ വേഗം തേങ്ങ എടുത്തിട്ട് ചിരകി അരച്ച് സെറ്റാക്കുകയാണ് കേട്ടോ കറിക്കുള്ളത്. അപ്പോൾ തേങ്ങയുടെ വെള്ളം ഞാൻ തന്നെ കുടിച്ചു. അല്ലെങ്കിൽ തേങ്ങ പൊളിക്കണ ഒച്ചേക്കുമ്പോഴേക്കും കുട്ടികൾ ഓടി വരും കേട്ടോ. അപ്പം ഞാനിത് വേഗം കുടിച്ചു. നല്ല ടേസ്റ്റുള്ള വെള്ളമായിരുന്നു. പിന്നെ തേങ്ങയും കൂടി അരച്ച് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മക്കൾക്ക് ചോറൊക്കെ ആക്കി കൊടുക്കണം, പിന്നെ അവർക്ക് കഴിക്കാനുള്ളത് കൊടുക്കണം, പിന്നെ ചായ വെക്കണം. അങ്ങനെ കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ. രാവിലത്തെ ഒരു പണിയെന്ന് പറഞ്ഞാൽ ഒരു 10 കൈ ഉണ്ടെങ്കിലും തികയില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയില്ലേനും കേട്ടോ. അത് നമ്മുടെ കറി റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നൂൽപുട്ടും കൂടിയും ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറി കഴിഞ്ഞിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ നൂൽപുട്ടിൻ്റെ ഈ തട്ടുണ്ടല്ലോ, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തൂവി കൊടുത്തിട്ടാണ് കേട്ടോ നൂൽപുട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ മോൾക്ക് ചായ കുടിക്കാൻ സമയമില്ലായിട്ട് ഞാനിത് കിണ്ണത്തിൽ ഒഴിച്ച് കൊണ്ടേ കൊടുക്കുക ചെയ്തത്. പിന്നെ അവൾക്കുള്ള ചോറും കൊണ്ടുപോയി മോനും പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിന്നു കേട്ടോ. തുടയ്ക്കാൻ പറഞ്ഞാൽ കുറച്ച് തട്ടലും അടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെന്ന് തുടച്ചത്. അപ്പോൾ കുറച്ച് നേരം വഴുകി. ഞാൻ ആ ഉള്ളൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സിറ്റ് ഔട്ടും കൂടി തുടക്കൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തുടയ്ക്കലും പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇനിയുള്ള പണി കറി വയ്ക്കലാണ്. കറി എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. ഉപ്പേരി ഉണ്ട്, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ വൈകുന്നേരത്തേക്ക് കുട്ടികൾക്കും വേണമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. കറി വയ്ക്കാനുള്ള പച്ചക്കറി ഒന്നും ഇല്ലേനും. അപ്പം പിന്നെ മുരിങ്ങ എന്തെങ്കിലും വെക്കാമല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ മുരിങ്ങല്ല, പക്ഷേ തൊട്ട വീട്ടിൽ മുരിങ്ങയുണ്ട്. അപ്പം ഞാനിതാ ചവിട്ടിയൊക്കെ ഇട്ട് അങ്ങനെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുക്കളയിലാണ് അടുത്ത പണിയുള്ളത്, പാത്രങ്ങൾ കഴുകാൻ. പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേഗം തുടയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. ആരെങ്കിലും വന്ന് കയറുമ്പോൾ തുടയ്ക്കാതെ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വേഗം കഴുകാൻ വേണ്ടി നിന്നു കേട്ടോ. വാഷ് ബേസിൽ ഇനി ഇടാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് പാത്രം കഴുകാണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പാത്രങ്ങളും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പണി ഒരുങ്ങിയല്ലോ. പാത്രം കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു 90% പണി ഒരുങ്ങി എന്ത് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് വാഷ് ബേസും കൂടി ഒന്ന് തേച്ച് കഴുകിയിട്ട് പിന്നെ പാത്രങ്ങൾ പിന്നെയിട്ട് എടുത്തേക്കുള്ളൂ. പാത്രത്തിലെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ വാഷ് ബേസ് കഴുകി കഴിഞ്ഞിട്ട് നമ്മളവിടെ നമ്മുടെ സ്ലാബൊക്കെ തുടച്ചിരുന്നൊരു തുണി ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഒന്ന് കഴുകിയിട്ടു. അപ്പം അങ്ങനെ ഏകദേശം പണിയൊക്കെ ഒരുങ്ങിട്ടോ. ഇനി ഈ പാത്രങ്ങൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കയ്യോടെ എടുത്ത് വയ്ക്കും കൂടി ചെയ്തു. പിന്നെ നമ്മൾ പാത്രം കഴുകുമ്പോൾ അവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. അപ്പം അങ്ങനെ ഏകദേശം പണി ഒരുങ്ങി. അപ്പോൾ